ഫ്രണ്ട്സ്, അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, ഓഫീസൊക്കെ കഴിഞ്ഞ ഒരു ദിവസം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സോ അങ്ങനെ ഞാൻ അമ്മാനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണമായിരുന്നു. അപ്പോൾ ഓഫീസ് കഴിഞ്ഞ് ഓരോരുത്തരുടെ ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കണേണ്. ഞാൻ ആദ്യമേ ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫോട്ടോഷൂട്ട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അതേ ബോയ്സൊക്കെ അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഒരു 45 മിനിറ്റ്സ് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് ഓർത്തിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോണത് കലൂരിലുള്ള നമ്മുടെ പോത്തീസിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസൊക്കെ വന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മ എത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കലൂരിലേക്ക് പോയി. അപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു 5-6 മിനിറ്റേ ഉള്ളൂ പോത്തീസിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കാട്ടോ. ഓണത്തിൻ്റെതായ എല്ലാ തിരക്കും ഇതിൻ്റെ ഉള്ളിലുണ്ട്. സത്യം പറഞ്ഞാൽ കയറാൻ പോലും സ്ഥലമില്ലാത്ത അത്ര തിരക്കായിരുന്നു. ഭയങ്കര റഷായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നല്ല റണ്ണിങ് മെറ്റീരിയൽസും അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റൊക്കെ ഉള്ളൂ എന്ന് വേണ്ട. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പോത്തീസിൽ ഫസ്റ്റ് ടൈമാണ് വന്നത്, ഇതിന് മുന്നേ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ വേണ്ടി പോണത് പട്ടുപാവാടയാണ്. അപ്പോൾ കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം ഞാൻ ഓഫീസിൽ പട്ടുപാവാടയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് സാരി മതി, പട്ടുപാവാട വേണ്ടാന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം ഞാൻ സാരി ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും പട്ടുപാവാടയാണ് ഈ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനത്തെ ഹാങ്ങിങ് സംഭവങ്ങളൊക്കെ പട്ടുപാടക്കും ഓരോന്നൊക്കെ നമ്മൾ വെച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. പണ്ട് നമ്മുടെ ലെഹങ്ക, ലാച്ച അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഹാങ്ങിങ് എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ അതേ റണ്ണിങ് മെറ്റീരിയലുടെ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. റേറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ട് നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മി ആകെ ഓണം സെലിബ്രേഷന് മാത്രമേ ഈ സംഭവങ്ങളൊക്കെ ഇടുള്ളൂ. പിന്നെ ഇതൊന്നും ആരും ഇടില്ലല്ലോ. അപ്പോൾ അത്ര കൂടിയതൊന്നുമല്ല, വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളത് മാത്രം. എന്നാൽ നമുക്ക് ഇഷ്ടം പെടണം, അല്ലാതെ നോക്കിയിട്ടല്ല, ഇഷ്ടപ്പെടണം. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ടായി. അപ്പം ഞാൻ ആദ്യമേ മനസ്സിലൊരു കളറ് ഫിക്സ് ചെയ്തിട്ടായിരുന്നു ഞാൻ പോയച്ചത്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ കളർ മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയച്ചത്. അപ്പോൾ ഇവിടെ അമ്മ ഓരോന്നോരോന്നും സെലക്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മെറ്റീരിയൽ എല്ലാം നല്ല അടിപൊളിയായിരുന്നേ കാണാനൊക്കെ വേണ്ടിയിട്ട്. എനിക്ക് പൊതുവേ ഈ സെറ്റ് സാരി, സെറ്റുമുണ്ട്, പിന്നെ ആ ഒരു സെറ്റിൻ്റെ കളർ തന്നെ പട്ടുപാട അങ്ങനത്തെയൊക്കെ ഇട്ട് ഓണം സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരെയും ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സിൽ കാണാൻ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ റെഡിയായി പോണതല്ല, മറ്റുള്ളവർ റെഡിയായി കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റിനോടും ചോദിച്ചിട്ട്, അപ്പോൾ ആൻറ്റിയാണ് തയ്ക്കുന്നത്, മമ്മയുടെ അനിയത്തിയാണ് തയ്ക്കുന്നത് സാധനങ്ങളൊക്കെ. അപ്പോൾ ആൻറ്റിനോടും കൂടെ ചോദിച്ചിട്ട് ഫിക്സ് ചെയ്യാന്നുകൊണ്ട് ഓരോന്ന് വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ബ്ലൗസിന് വേണ്ടിയുള്ള ആ ഒരു സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഇന്ന കളർ മതി എന്നൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടായിരുന്നു വന്നേക്കണത്. ആ കളർ തന്നെയാണ് എടുത്തതും. പക്ഷെ ഇവിടം വരെ വന്നതല്ല, എല്ലാം ഒന്ന് വെച്ച് നോക്കാന്നിട്ട് പല കളറൊക്കെ മാറ്റി വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഗ്രീൻ കളർ എനിക്കില്ല പൊതുവെ. അങ്ങനെ എത്ര മീറ്ററൊക്കെ വേണമെന്നപ്പോൾ അമ്മ ആൻറ്റിനോട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്രീൻ അമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കില്ലാത്തൊരു കളറാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഷോൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലോ എന്നൊക്കെ ആ കളറൊന്നും എടുത്തിട്ടുണ്ടായില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ കളർ കുറച്ച് ഇഷ്ടമായിട്ടുണ്ടായിട്ട് ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് കൊള്ളാം. പിന്നെ ഇവിടെയുള്ള കണ്ടമാന മെറ്റീരിയലും ഞാൻ പല കളറും എടുത്ത് നോക്കുന്നുണ്ട്, കൊള്ളാവോ. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഞാൻ കളർ ഫിക്സ് ചെയ്തിട്ടാണ് വന്നേച്ചായിരുന്നു. അതും അല്ലെങ്കിൽ മാറ്റിയിട്ട് ഇത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് വയലറ്റ് എനിക്ക് ഉള്ള കളറും ഞാൻ ഇതിന് മുന്നേ സെറ്റ് സാരിക്കൊക്കെ ചൂസ് ചെയ്ത കളറൊന്നും ഞാൻ എടുത്തിട്ടില്ല. വേറൊരു ഇല്ലാത്തൊരു ബ്ലൗസ് ഷെയ്ഡായിരുന്നു എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ബ്ലാക്ക് വേണോ, അങ്ങനെ ഓരോന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ കറക്റ്റ് കളർ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കളർ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ബ്ലൗസിന് ഇപ്പം അത് വേണ്ട എന്ന് വിചാരിച്ചു. ബാക്കി പിന്നെ കുറച്ച് കോട്ടൺ മെറ്റീരിയൽസും കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽസൊക്കെ ഇല്ല നമുക്ക് കുർത്ത തയ്ക്കാനും. പിന്നെ കുറച്ച് സാരിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. എല്ലാം പ്യുവർ കോട്ടൺ ആയിരുന്നു കേട്ടോ. ഇവിടെ എല്ലാത്തിനും ഇപ്പോൾ ഓഫർ നടക്കണമുണ്ടായിരുന്നു. ഈ ഒരു സാരി നല്ലതായിരുന്നേ, പിസ്ത ഗ്രീനും റെഡും വന്നിട്ട് നല്ലൊരു അടിപൊളി സാരിയായിരുന്നു. അങ്ങനെ അമ്മക്കത് ഇഷ്ടമായി. ഈ സാരി ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഞങ്ങൾ നോക്കി റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇവിടെ ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ വന്നത്. പിന്നെ അടുത്തത് എൻ്റെ ഒരു ഫേവററ്റ് സെക്ഷനിലേക്ക് എത്തി. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബാംഗിൾസ് ഉണ്ടായിരുന്നു കേട്ടോ, സിൽവറി വന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കാണുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരെണ്ണം പെയർ ചെയ്താൽ മതി, നല്ല അടിപൊളിയായിരിക്കും കാണാനൊക്കെ വേണ്ടിയിട്ട്. ഒരു പർപ്പിൾ കളറ്, പിന്നെ ഒരു സ്കൈ ബ്ലൂ കളറ്,
അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. എൻ്റെ കറക്റ്റ് അളവായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതൊന്നും മേടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഓഫീസിൽ നിന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് മേടിക്കാമല്ലോ. എല്ലാം നോക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന സ്കൈ ബ്ലൂവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ലാസ്റ്റ് ഒരു സ്കൈ ബ്ലൂ ഉണ്ടായിരുന്നു, അതും നല്ല രസം ഉണ്ടായിരുന്നു. നേരിട്ട് അടിപൊളിയായിരുന്നു കാണാൻ എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ ഹൈപ്പറിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. അപ്പോൾ നമ്മുടെ ഈ പായസം മിക്സ് ഒക്കെ ഇല്ലേ, അങ്ങനെ ഫ്രൂട്ട്സിന്, വെജിറ്റബിൾസിന്, പിന്നെ കുറച്ച് എന്തോ സെലക്റ്റഡ് ഐറ്റംസിനൊക്കെ ഓണം പ്രമാണിച്ചിട്ടോ ഓണത്തിൻ്റെ ആ ഡിസ്കൗണ്ട്സ് ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം ഒന്ന് പോയി നോക്കി. പിന്നെ അതിന് ശേഷം വേഗം ബില്ല് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ക്യൂ ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ ഇന്ന് വന്നിട്ടാണെങ്കിൽ മൊത്തം തിരക്കായിരുന്നു കേട്ടോ. നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് നോക്കാൻ അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്തത് എൻ്റെ ഡ്രസ്സിന് മാച്ചായ വള മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ എനിക്ക് കുപ്പിവള ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുപ്പിവള തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനെടുത്ത കളറ്, മെറൂൺ കളറായിരുന്നു എടുത്ത് വെച്ചത്. അപ്പോൾ മെറൂൺ എപ്പോഴും നമുക്ക് കിട്ടണ കുപ്പിവളയാണല്ലോ, ഷെയ്ഡ്. അങ്ങനെ ആ കുപ്പിവളയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുട്ടി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഈവനിങ്ങിന് അങ്ങനെ എന്തെങ്കിലും ഫസ്റ്റ് സ്നാക്സ് കഴിക്കാനൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ അടുത്ത് തന്നെ ചിക്കൻ കണ്ടത്. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കിങ്ങിൽ പോയിട്ട്. എനിക്ക് തോന്നുന്നു മസ്കറ്റ് വെച്ചിട്ട് എറണാകുളം കൂടിയായിരുന്നു ഞാൻ ലാസ്റ്റ് ചിക്കിങ്ങിൽ പോയേക്കണം. അപ്പോൾ പിന്നെ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഹലോ, അപ്പോൾ പർച്ചേസിങ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞാനിപ്പോൾ ഡ്രസ്സ് ആൻറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആൻറ്റി എന്ന് വെച്ചാൽ എൻ്റെ മമ്മയുടെ അനിയത്തിയാണ് കേട്ടോ എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. എൻ്റെ ഓർമ്മ വെക്കണതിന് മുന്നേ മുതൽ ആൻറ്റിയാണ് എനിക്ക് എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് തരുന്നത്. ഞാൻ പുറത്തൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഞാനും ഉണ്ട്, ഞാനും മമ്മിയും കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ നമുക്ക് പോണതിന് മുന്നേ ഐസത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അവർക്ക് അവിടെ പോകുമ്പോഴത്തേക്കും ലോലിപോപ്പ്, ഐസ്ക്രീം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ആൻറ്റിയുടെ വീട് നമ്മുടെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അടുത്ത് തന്നെയാണ്, ഓട്ടോക്ക് പോകണം. അപ്പോൾ അടുത്ത് തന്നെയുള്ള ബേക്കറിയിൽ നിന്ന് ഐസത്തിനാണെങ്കിൽ ലോലിപോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണ് ഈ കൊടുത്തൊരു ശീലമാക്കിയേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ലോലിപോപ്പും പിന്നെ ഐസ്ക്രീം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണത്? എനിക്കാടാ, എനിക്ക് തരോ ലോലിപോപ്പ് തരോ? താ.
ബായ് എന്ന് പറ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനും ഐസവും നമ്മുടെ ആ പുറത്തെ വഴിയിൽ സൈക്കിളൊക്കെ കൊണ്ട് ഇറങ്ങിയാണ്ട്. അപ്പോൾ ഇത് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കൊടുത്ത സൈക്കിളാണ്. ഇതാവുമ്പോൾ അവനിക്ക് ഇഷ്ടമാണ്. ഇതിൽ കയറി നമുക്ക് ബാക്കിൽ നിന്നൊന്ന് ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതി. ആൾക്ക് ഇങ്ങനെ റോട്ടിൽ പോണ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അങ്ങനെ കുറച്ച് നേരം നല്ല കൊതുകുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ പൊതുവെ ഇങ്ങനെ ഡെങ്കി ഫീവറാണ്. അതുകൊണ്ട് അധികം ഒന്നും പോയില്ല. കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഒന്ന് എല്ലായിടത്തൊക്കെ ഒന്ന് പോയി. ടാറ്റ. അതാരാ അത്? ചേച്ചി. ഐസമ്മോനെ ആരെ കാത്തിരിക്കണ ഇവിടെ? ഇങ്ങോട്ട് നോക്കി പറ. ആരെ കാത്തിരിക്കണ ഇവിടെ? കാറിൽ ആര് വരും ഇപ്പ? അക്കു വരുമോ? അക്കൂനെ നോക്കിയിരിക്കണ. എവിടെ അക്കു? എവിടെ കാണിച്ചു തന്നെ അക്കൂന? എവിടെ എവിടെ? ആ വെള്ളക്കാറില ആര് പോയാലോ അവനിക്ക് അക്കു. അതിന്റെ ഉള്ളിൽ അക്കു ഉണ്ടാ? അക്കു ഉണ്ട്. എന്താ പറയാനാ ഐസത്തിന്റെ അടുത്ത്? വിളിക്ക്, അക്കൂനെ വിളിക്ക്. വാന്ന് പറ. ടാറ്റ പോകാൻ കൊണ്ടുപോകാൻ പറ. അയ്യോ കൊതുക്. എവിടെ പോണേ? ടാറ്റ പോണേ? കൊതു കുത്തിയാ? എവിടെ കുത്തി? അങ്ങോട്ടെ പോട്ടെ. സോ അങ്ങനെ ഞങ്ങളുടെ ഈവനിങ് വാക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആൻറ്റി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ഐസവും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ച്. മമ്മി കഴിക്കൂല, ചിക്കൻ ആയതുകൊണ്ട് മമ്മി കഴിക്കില്ല. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ആൻറ്റി ഡ്രസ്സൊക്കെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനെടുത്ത ഡ്രസ്സ്. മെറൂൺ കളറായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായത്. പിന്നെ ഒരു സ്കേർട്ട് പട്ടുപാവാട. അങ്ങനെ അതൊക്കെ ഇട്ട് നോക്കി, എല്ലാം കറക്റ്റായിരുന്നു. നമുക്ക് ഇനി ഓൾട്ടർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇനി ഫ്രൈഡേ ആണ് സെലിബ്രേഷൻ എന്തായാലും. അപ്പോൾ ഡ്രസ്സെല്ലാം എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി പുതിയ വ്ളോഗൊക്കെ ആയിട്ട് കാണാം. മോസ്റ്റ് പ്രോബബ്ലി ഇനി ഓണം സെലിബ്രേഷൻ വീഡിയോസൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. സോ സ്റ്റേ ട്യൂൺ. ബൈ.